നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നമ്മളുടെ എല്ലിനും പല്ലിനും ആരോഗ്യം കൊടുക്കുന്നത് മാത്രമല്ല, ഹാർട്ടിനും കൂടെ ആരോഗ്യം കൊടുക്കുന്ന, അതുപോലെ തന്നെ BP, കൊളസ്ട്രോൾ, ഷുഗർ ഇവയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പാണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്കാണ്. പിന്നെ ചെറിയ വ്യത്യാസത്തോട് നമ്മൾ നേരത്തെ പല സൂപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഇതിന് ഉണ്ട്. പിന്നെ വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാൻ, അതോടൊപ്പം ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കൂവരകാണ്. കൂവരകിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ മില്ലറ്റ്സിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള റെസിപ്പികൾ കൂടുതൽ തിരഞ്ഞുപിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പം ഇതിനകത്ത് ഈ കൂവരകെന്ന് പറയുന്നത് ഫിംഗർ മില്ലറ്റാണ്. നമ്മൾ കഴിഞ്ഞ ഒരു റെസിപ്പിയിൽ നമ്മൾ കുറച്ച് ഒരു നല്ലൊരു സാലഡ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഇതിനകത്ത് കൂവരകാണ് ചേർത്തിരിക്കുന്നത് പ്രധാനമായിട്ട്. കൂവരകിനോടൊപ്പം ഫോക്സ്ടെയിൽ മില്ലറ്റുണ്ട്, അതോടൊപ്പം ലിറ്റിൽ മില്ലറ്റുണ്ട്, പേൾ മില്ലറ്റുണ്ട്. ഇങ്ങനെ അതെല്ലാം തന്നെ മില്ലറ്റ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, ചെറുധാന്യങ്ങളെന്ന രീതിയിലുണ്ട്. അപ്പോൾ അതിന് എല്ലാം കൂടെ ഞാൻ എടുത്ത് അതിപ്പം ഓരോന്നും ഒരു 10-30 ഗ്രാം വീതം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഫോക്സ്ടെയിലുണ്ട്, റാഗി കൂടുതലാണ്. റാഗി എന്ന് പറഞ്ഞാൽ ഫിംഗർ മില്ലറ്റ് ഒരു 50 ഗ്രാം ഉണ്ട്. മറ്റേ ഫോക്സ്ടെയിൽ മില്ലറ്റ് ഒരു 30 ഗ്രാം ഉണ്ട്. ലിറ്റിൽ മില്ലറ്റ് 10 ഗ്രാം, അതുപോലെ തന്നെ പേൾ മില്ലറ്റ് 10 ഗ്രാം. അങ്ങനെ ഒരു 100 ഗ്രാമിൻ്റെ ചെറുധാന്യങ്ങൾ എടുത്തിട്ട് ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ കാണിക്കുന്നത് പലപ്പോഴും എന്താണ് ഫ്ലാക്സ് സീഡ് എന്ന് ഇപ്പോഴും വളരെയധികം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ ചണവിത്ത്. ചണം എന്ന് പറയുന്നത് നമ്മൾ ചാക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ചാക്കിൻ്റെ പ്രൊഡക്ഷന് അതിനുപയോഗിക്കുന്നതാണ് ചണം. അതിൻ്റെ വിത്താണ് ചണവിത്ത്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ അത് നമുക്ക് ഒരു 30 ഗ്രാം എടുക്കാം. അതും കൂടെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പോഷകമൂല്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എടുത്തത്. മില്ലറ്റ്സിനകത്ത് വളരെയധികം പോഷകങ്ങളുണ്ട്. ഫൈബറുണ്ട്, പ്രോട്ടീനുണ്ട്, എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. വൈറ്റമിൻ B12 സാധാരണ ഒന്നിൽ കാണാത്ത വൈറ്റമിൻ B12 ഫോക്സ്ടെയിൽ മില്ലറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഫോക്സ്ടെയിൽ മില്ലറ്റ് കൂടുതൽ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർ അധികം കഴിക്കരുത്. എന്നാൽ ഫിംഗർ മില്ലറ്റ്, അതായത് നമ്മുടെ റാഗി അവർക്ക് നന്നായിട്ട് കഴിക്കാം. അതോടൊപ്പം റാഗി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, കഴിക്കരുതാത്ത ആളുകൾ, പൊട്ടാസ്യം കൂടുതലുള്ളവർ, കിഡ്നി പേഷ്യൻസ്, വളരെയധികം ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്കും അധികം ഫിംഗർ മില്ലറ്റ് നല്ലതല്ല. ചെറിയ തോതിൽ കഴിക്കാം, എന്നാലും സ്ഥിരമായി കഴിക്കരുത്, പൊട്ടാസ്യം കൂടിപ്പോവും. വളരെ കൂടുതൽ പൊട്ടാസ്യം ഉണ്ട് ഇതിനകത്ത്. പിന്നെ സ്റ്റോൺ, ഈ മൂത്രത്തിൽ കല്ലുള്ളവർക്ക്, അതുപോലെ റാഗി എന്ന് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ കലവറയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അങ്ങനെയുള്ളവരും കുറയ്ക്കുക. മൂത്രത്തിൽ കല്ല് സ്ഥിരമായിട്ട് ചിലർക്ക് വരുമല്ലോ, അങ്ങനെയുള്ളവരും ഒന്ന് ഇതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. ബാക്കി എല്ലാവർക്കും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു നല്ല മില്ലറ്റാണ് ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി. അപ്പോൾ അത് ഇതിനകത്ത് ഞാൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇത്രയും കൂടെ നമ്മൾ പൊടിച്ചതാണ്. ഈ 30 ഗ്രാം ചണവിത്തും ബാക്കി ഈ 4 മില്ലറ്റ്സും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അല്ല വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ പൊടിച്ച് അരിച്ചെടുത്താണ്. അരിച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്തുള്ള പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത്. പിന്നെ ഇത് നിങ്ങൾ അതിനോട് കാണിക്കാൻ വന്നത്. പിന്നെ ഇതിനകത്ത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. തേങ്ങാപ്പാൽ ഇതിനോടൊപ്പം ചേർക്കാൻ, പിന്നെ മുരിങ്ങയില, പിന്നെ നമ്മുടെ ചിയ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തത്, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയുമാണ് നമ്മുടെ പാചകത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ബാക്കി പാലൂടെ നമുക്ക് ഇതിലൊഴിക്കാം. ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് ചേർത്ത് മുരിങ്ങയില ചേർക്കാം. പാചകം കഴിഞ്ഞു. കുരുമുളക് പൊടിയും ലേശം ഉപ്പും ഇട്ട് ഇറക്കാം. ഈ മുരിങ്ങയില അവസാനമേ ചേർക്കാവൂ. അത് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടിട്ട് കണ്ടോ, നല്ല സൂപ്പിന് നല്ല കൺസിസ്റ്റൻസി അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, കുറച്ചുകൂടെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും നല്ല രുചിയുള്ള ഒരു സൂപ്പ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എന്നും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റാഗിയുടെ ഗുണം, അത് കാൽസ്യത്തിൻ്റെയും ഇരുമ്പിൻ്റെയും അതായത് അയണിൻ്റെയും കലവറയാണ്. നമുക്ക് എല്ലിന് ബലം കുറഞ്ഞവർ, രക്തക്കുറവുള്ളവർ, പല്ല്, അതുപോലെ നഖം, മുടി, ഇവയൊക്കെ കുഴപ്പം പിടിച്ച ആളുകൾ, ഇതിനൊക്കെ പ്രശ്നമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഏറ്റവും നല്ല ഒരു മില്ലറ്റാണ് ഫിംഗർ മില്ലറ്റ്. ഞാൻ ഈ മില്ലറ്റ്സിൽ ഏറ്റവും ഞാൻ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് റാഗി തന്നെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുന്നില്ല, റാഗി കുറുക്ക് നമ്മൾ കൊച്ചു കുട്ടികൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ റാഗി വെച്ചിട്ട് വേറെ പല കാര്യങ്ങൾ നട്ട്സും ഒക്കെ ചേർത്തിട്ട് അരച്ച് ചേർത്ത് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഒരു വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഞാൻ ഫ്ലാക്സ് ചേർത്തതെന്നറിയോ, ഈ ഹാർട്ട് പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കലവറ, അതുപോലെ തന്നെ സോലബിൾ ഫൈബേഴ്സിൻ്റെ കലവറയാണ്. അപ്പോൾ ഇത് ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർത്തത്. പിന്നെ പലതരം മില്ലറ്റുകളും അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും ഒരുമിച്ച് കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ മുരിങ്ങയിലയുടെ കാര്യം പറയണ്ടല്ലോ, അതും ഇതുപോലെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. പ്രോട്ടീനുള്ള ഒരേ ഒരു ഇലവർഗ്ഗമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മുരിങ്ങയില. മറ്റുള്ളതിലൊന്നും അത്രയും പ്രോട്ടീൻ ഇല്ല. പിന്നെ നാരുകൾ, അയേൺ, കാൽസ്യം, വൈറ്റമിൻ സി, എ, ബി ഇങ്ങനെ പറയുന്ന എല്ലാ വകകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ചേർത്ത എല്ലാ ചേരുവകളും മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് ഈ രുചിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം പൊടിച്ച് ചേർക്കാം. അപ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇപ്പോൾ വേറൊരു കോമ്പിനേഷൻ ആണെന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം നട്ട്സും ചേർക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കലോറിഫിക് വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കണം. ഡയബറ്റിക് പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ് എല്ലാം തന്നെയും അങ്ങനെ അതിനകത്ത് നമ്മൾ ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഭക്ഷണത്തിൽ കലോറിഫിക് വാല്യൂവും കൂടെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അല്ലെങ്കിൽ അത് തന്നെ ഒരു വണ്ണം കൂട്ടുന്ന ഒരു ഘടകമാണ് ഈ റാഗി, കൂവരക്. അപ്പോൾ അത് വണ്ണം കുറയ്ക്കാനും സഹായിക്കും. അത് അളവ് അനുസരിച്ചാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ ഇതെല്ലാം ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.